ഹായ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ എല്ലാവർക്കും +1 റിസൾട്ട് വന്നു. അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് നല്ല മാർക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മെയിനായിട്ട് ഈ വീഡിയോ ഇടുന്നതിന് 2 ഉദ്ദേശമുണ്ട്. ആദ്യം ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. റിസൾട്ടിന് ശേഷമുള്ള ഒരു സന്തോഷ വർത്തമാനം, ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയാം. ഓക്കെ, അടുത്ത നെക്സ്റ്റ് നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് നമ്മൾ റീവാലുവേഷൻ. നമുക്കറിയാം ജൂൺ 4 ലാസ്റ്റ് ഡേറ്റ്. ഇപ്പോൾ സ്കൂളുകളിലൊക്കെ റീവാലുവേഷൻ നിങ്ങൾ ഫോം ഫില്ല് ചെയ്ത് കൊണ്ട് കൊടുക്കുക. ഇനി കൊടുക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന്, എത്രയും പെട്ടെന്ന് തന്നെ സ്കൂളുകളിൽ റീവാലുവേഷൻ്റെ ഫോം സബ്മിറ്റ് ചെയ്യുക. നിങ്ങൾ ആരും ചിന്തിക്കേണ്ട എനിക്ക് മാർക്ക് കൂടുമോ കുറയോ അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. റീവാലുവേഷനിൽ ബെസ്റ്റ് ഓഫ് എടുക്കുള്ളൂ. ഇപ്പോൾ നിങ്ങൾ റീവാല്യൂ ചെയ്യുമ്പോൾ മാർക്ക് കുറഞ്ഞാലും നേരത്തെ കിട്ടിയ മാർക്കേ നിങ്ങൾക്ക് വരുള്ളൂ. മാർക്ക് കൂടിയാൽ ഇപ്പോഴത്തെ മാർക്ക് വരും. അത് ഫസ്റ്റ് നിങ്ങളുടെ ഡൗട്ട് കുറേ കൂടി ചോദിച്ചു, അതിന് ക്ലിയർ ചെയ്താണ്. സെക്കൻഡ്, നിങ്ങൾ വിചാരിക്കുമല്ലോ സാർ എനിക്ക് ആ സബ്ജക്റ്റിന് 1 മാർക്കെങ്കിലും കൂടാൻ സാധ്യത ഉണ്ടെന്ന് നിങ്ങൾക്ക് ഒരു ചെറുതായിട്ടെങ്കിലും തോന്നലുണ്ടെങ്കിൽ ഗോ ഫോർ റീവാലുവേഷൻ. കാരണം നിങ്ങൾ ഇപ്പോഴത്തെ +1 റിസൾട്ട് വളരെ പെട്ടെന്ന് വാല്യൂ തോന്നതാണ്. അപ്പോൾ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ അവർക്ക് വരാം. അപ്പോൾ വാല്യുവേഷനിലൊക്കെ എന്തെങ്കിലുമൊക്കെ ബൈ മിസ്റ്റേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിരിക്കാം. സോ നിങ്ങൾക്ക് 1 മാർക്കെങ്കിലും കൂടാൻ സാധ്യത ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് റീവാല്യൂ ചെയ്യുക, റീവാലുവേഷന് കൊടുക്കുക. ആ ഒരു 500 രൂപ ഒരു എമൗണ്ട് നിങ്ങൾ ഇപ്പം ചിന്തിക്കേണ്ട. എങ്ങനെയെങ്കിലും അത് സംഘടിപ്പിച്ച് എന്ത് ചെയ്യുക, റീവാലുവേഷന് കഴിയുന്നത് നിങ്ങൾ കൊടുക്കുക. എസ്പെഷ്യലി ഇംഗ്ലീഷൊക്കെയാണ് റീവാലുവേഷൻ ഉറപ്പായിട്ട് കൊടുക്കുക. 5 to 10 മാർക്കൊക്കെ സ്ഥിരം ചേഞ്ച് ആവുന്നതാണ്. നമ്മൾ 5 വർഷത്തെ സ്റ്റാറ്റിസ്റ്റിക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റീവാലുവേഷന് മാർക്ക് ചേഞ്ച് ആവുന്ന സബ്ജക്ട് ഇംഗ്ലീഷൊക്കെ. കാരണം അപ്പം നോക്കുന്ന സാർ ആയിരിക്കത്തില്ല, പിന്നെ നോക്കുന്നു. അപ്പം നിങ്ങൾക്ക് നല്ല മാർക്ക് കൂടുതൽ കിട്ടും. അപ്പോൾ ഉറപ്പായിട്ട് റീവാലുവേഷൻ കൊടുക്കുക. പിന്നെ ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി അല്ലെങ്കിൽ മാത്സ് എന്തായാലും നിങ്ങൾ റീവാലുവേഷൻ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, കൊടുക്കുക. ഇനി ചില കുട്ടികൾ ചിലപ്പോൾ 3 സബ്ജക്റ്റേ കൊടുത്ത് കാണുള്ളൂ, ഇനി വേറെ കൊടുക്കുക. എങ്കിൽ പറ്റുമെങ്കിൽ ഇനിയും നാളെയോ മറ്റന്തെങ്കിലും സ്കൂളിൽ പോയി എന്ത് ചെയ്യുക, റീവാലുവേഷൻ കൊടുക്കുക. കൊടുക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ കൊടുക്കുക, ഉറപ്പായിട്ട് റീവാലുവേഷൻ കൊടുക്കുക. അതിലൊരു കൺഫ്യൂഷനും വേണ്ട. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. സാർ ഞാൻ റീവാലുവേഷൻ കൊടുക്കണോ, എനിക്ക് ഇത്രയും മാർക്ക് ഉണ്ടെന്ന് കമന്റ് ചെയ്താൽ ഞാൻ റിപ്ലൈ തരാം. ഓക്കെ, ഇനി നമ്മളെ മെയിൻ സാധനം ഇംപ്രൂവ്മെന്റ് എക്സാം സെപ്റ്റംബറിൽ കാണുമോ ഇല്ലയോ. ഒരു ചെറിയ സന്തോഷ വർത്തമാനം ഞാൻ അറിയിക്കുകയാണ്. കൺഫേം അല്ല, ആദ്യമേ ശ്രദ്ധിക്കുക, കൺഫേം അല്ല. ഒരു ന്യൂസ് കിട്ടിയതാണ്. നമ്മൾ +1 മാത്സ് എക്സാം കുറച്ച് ടഫായിരുന്നല്ലോ. പക്ഷെ ടഫായിരുന്നാലും അപ്പോൾ എൻ്റെ ഇവിടെ നമ്മൾ ഓഫ്ലൈൻ ബാച്ചിൽ കൊടുത്ത ക്വസ്റ്റിന് ഫുള്ളുണ്ട്. മാത്സ് മാത്രമല്ല എല്ലാ സബ്ജക്റ്റിനും ഫുള്ളുണ്ട്. 520 ഔട്ട് ഓഫ് 520 ഉണ്ട്. എങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളവിടെ കുറേ കുട്ടികൾക്ക് മാത്സ് ഫുള്ളുള്ള ഒരുപാട് കുട്ടികളുണ്ട്. ഓക്കെ, അപ്പോൾ എന്നാലും അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ മാത്സ് കുറച്ച് ടഫ് എക്സാം ആയിരുന്നു. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ വർഷം കൂടി നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് എക്സാം സെപ്റ്റംബറിൽ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഈ വർഷം കൂടി ഇംപ്രൂവ്മെന്റ് എക്സാം സെപ്റ്റംബറിലോ ഒക്ടോബറിലോ നടത്താൻ ഒരു സാധ്യതയുണ്ട്. അങ്ങനെ റിക്വസ്റ്റ് ഒക്കെ പോയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബറിൽ ഇംപ്രൂവ്മെന്റ് എക്സാം നടക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇംപ്രൂവ്മെന്റ് എക്സാം വരെയാണെങ്കിൽ നമ്മൾക്ക് 3 സബ്ജക്റ്റ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാം, വിഷയമില്ല. പക്ഷേ ഇംപ്രൂവ്മെന്റ് എക്സാം നേരത്തെ നോട്ടിഫിക്കേഷനിൽ പറയുന്നത് പോലെ +2 എക്സാമിൻ്റെ കൂടെ ആണെങ്കിൽ നിങ്ങൾ ഒരു സബ്ജക്റ്റൊക്കെ ഇംപ്രൂവ് ചെയ്താൽ മതി. കാരണം 3ഉം ഇംപ്രൂവ് ചെയ്ത് +2 എക്സാം കൂടെ ആകുമ്പോൾ ടൈറ്റ് ആയി പോകും. അപ്പോൾ മാക്സിമം ഒരു സബ്ജക്റ്റൊക്കെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇംപ്രൂവ് ചെയ്താൽ മതി. ബട്ട് ഒരു പോസിറ്റീവ് കാര്യമുണ്ട്. സെപ്റ്റംബറിൽ അല്ലെങ്കിൽ ഒക്ടോബറിൽ ഇംപ്രൂവ്മെന്റ് എക്സാം നടക്കാനുള്ള സാധ്യത, ഒരു ഹോപ്പ് ഉണ്ട്. അപ്പോൾ ആരും ആ ഹോപ്പ് കളയണ്ട, ജസ്റ്റ് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. അധികം സന്തോഷിക്കുകയും വേണ്ട, ദുഃഖിക്കുകയും വേണ്ട. ചിലപ്പോൾ ഒരു ഹോപ്പ് ഉണ്ട്. അത് ഞാൻ 100% കൺഫേം അല്ലാത്തതുകൊണ്ടാണ് ഇടാത്തത്. നിങ്ങൾക്കറിയാം ഞാൻ റിസൾട്ട് വരുമെന്ന് പറഞ്ഞാൽ 100% കൺഫേം ഉള്ളതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തു. ഉറപ്പായി റിസൾട്ട് വന്നു. കുറേ കുട്ടികൾ കമന്റ് ചെയ്തു, ഇല്ല റിസൾട്ട് വരത്തില്ല, ജൂണിലേ വരും. നമ്മുടെ ടീച്ചേഴ്സൊക്കെ പറഞ്ഞു. ഇപ്പം എന്തിരിക്കുന്നു, 28-ാം തീയതി റിസൾട്ട് വരുമെന്ന് പറഞ്ഞു. 28-ാം തീയതി റിസൾട്ട് എന്ത് വന്നു, ക്ലിയർ. അതുപോലെ തന്നെ എനിക്ക് 100% കൺഫേം ഇല്ല, ഇങ്ങനെ ഉറപ്പിച്ച് പറയുമായിരുന്നു കുട്ടികളെ സെപ്റ്റംബറിൽ ഒക്ടോബറിൽ ഇംപ്രൂവ്മെന്റ് കാണുമെന്ന്. ഇപ്പം ഞാൻ ഇംപ്രൂവ്മെന്റ് കാണുമെന്ന് പറഞ്ഞിട്ട് ഇംപ്രൂവ്മെന്റ് വന്നില്ലെങ്കിൽ നിങ്ങളൊക്കെ കയറി എന്നെ പൊങ്കാനായിട്ട്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല. പക്ഷേ ഒരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്, ഞാൻ അത് ഡിസ്ക്ലോസ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇംപ്രൂവ്മെന്റ് എക്സാം സെപ്റ്റംബറിൽ ഒക്ടോബറിൽ നടക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ചിലപ്പോൾ നടന്നില്ല എന്നൊരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഹോപ്പ് ഫോർ ബെസ്റ്റ് എന്ന് നമ്മൾ പറയുന്ന പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇംപ്രൂവ്മെന്റ് എക്സാം ഈ വർഷവും കൂടെ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ ഇനിയും റീവാലുവേഷൻ കൊടുക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ധൈര്യമായിട്ട് റീവാലുവേഷൻ കൊടുക്കുക. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടെ, +2 കുട്ടികൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. വേറെ ഒന്നിനുമല്ല, ഞാൻ ലൈവ് ക്ലാസ് ആയിട്ട് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി ഇംഗ്ലീഷ് തുടങ്ങിയ സബ്ജക്റ്റിൽ ഫ്രീ ആയിട്ട് കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് ലൈവായിട്ട് ഓരോ ദിവസവും കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഷെഡ്യൂളൊക്കെ വാട്സപ്പിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കാണും, ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ലൈവ് തരാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അവസാന നിമിഷത്തിൽ എക്സാമിന് 2 ദിവസം മുമ്പ് തരുന്ന റിവിഷൻ ക്ലാസ്സുകളൊന്നും അല്ല, കംപ്ലീറ്റ് ആയിട്ട് ചാപ്റ്റർ വൈസ് തരും. അപ്പോൾ നിങ്ങൾക്ക്
ഓൺലൈൻ ബാച്ചിൽ നിങ്ങൾ ഇരുന്ന് പഠിക്കുന്നത് പോലെ തന്നെ ഫ്രീ ആയിട്ട് ഇവിടെ ഇരുന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഒരു പൈസ പോലും ചിലവാക്കാതെ ഫ്രീ ആയിട്ട് ഇരുന്ന് പഠിക്കാം. 1 ഇയർ ഫുള്ളായിട്ട് ലൈവ് തന്നുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾ അതിൽ ലൈവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഡൗട്ട്സ് ഒക്കെ എനിക്ക് പേഴ്സണലി നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും, ഞാൻ ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ ഞാൻ മാത്രമല്ല വേറെ സാറുമാരെയും കാണും ക്ലാസ്സുകൾ എടുക്കുക. അത് ഫ്രീ ആണ്, തികച്ചും ഫ്രീ ആണ് കേട്ടോ, ഒരു പൈസയും വാങ്ങിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ജോയിൻ ചെയ്യുക. ഈ വീഡിയോ മാക്സിമം എല്ലാ പിള്ളേർക്കും ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് ഒന്നും കൂടെ പ്രാർത്ഥിക്കാം, ഇംപ്രൂവ്മെൻറ്റ് എക്സാം സെപ്റ്റംബർ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്, ഉണ്ടാകട്ടെ. ഓക്കെ, ദെൻ ബൈ.